ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിറ്റാമിൻ സി ഓയിൽ എങ്ങനെയാണ് റെഡി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം വിറ്റാമിൻ സി ഓയിലിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാൻ ഒരു ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പീലിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചെറുനാരങ്ങയാണ് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറുനാരങ്ങ എടുത്ത് അതിൻ്റെ പീല് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ വിറ്റാമിൻ സി അടങ്ങിയ ഒന്നാണ് ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത്. അത് നമ്മുടെ സ്കിന്നിനെ ലൈറ്റനിങ് ചെയ്യാനും അതുപോലെ തന്നെ ടാൻ റിമൂവ് ചെയ്യാനും സ്കിൻ ബ്രൈറ്റനിങ് ആക്കാനും ഒക്കെ നന്നായിട്ട് എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ചെറുനാരങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ പീലും ഞാൻ ചെറുനാരങ്ങയുടെ പീല് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതുപോലെ തന്നെയാണ് ഓറഞ്ചിൻ്റെ പീലും സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓറഞ്ച് ആയിരുന്നാലും ചെറുനാരങ്ങ ആയിരുന്നാലും നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നമ്മൾ എടുക്കേണ്ടത്. അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഓറഞ്ച് ആയിരുന്നാലും ചെറുനാരങ്ങയും. അപ്പോൾ ഓറഞ്ചിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് കുടിച്ചാൽ തന്നെ നമ്മുടെ സ്കിൻ കളർ ചേഞ്ച് ആവുകയൊക്കെ ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഓറഞ്ചിൻ്റെ പീലെന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കളർ ചേഞ്ച് ആവാനും അതുപോലെ തന്നെ ടാനിനെ റിമൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഓറഞ്ചിൻ്റെ പീലെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഓറഞ്ചിൻ്റെ പീല് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാനൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റായ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിലിന് പകരം നമുക്ക് ഒലിവ് ഓയിലാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഒലിവ് ഓയിൽ കൈവശമുള്ളവർക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം. പിന്നെ ഓയിലിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ലെവലിന് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് ചെറുതായിട്ടൊന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ അതിൻ്റെ ചൂട് നമ്മൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ഇത് റെഡി ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിലിൻ്റെ ഗുണങ്ങളെല്ലാം പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാവധാനത്തിൽ തന്നെ ആയിരിക്കും ആ ഓയിൽ റെഡിയാകുന്നത്. അത് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ ചൂടിൽ തന്നെ നമ്മുടെ ഓയിൽ അതിൽ തന്നെ കുറച്ച് നേരം ഉണ്ടാകണം. എന്നതിന് ശേഷം വേണം നമ്മൾ ആ പാത്രത്തിൽ നിന്ന് സെപ്പറേറ്റ് മാറ്റി തണുക്കാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ നമുക്ക് ബോഡി ഫുള്ളായിരുന്നാലും നമ്മുടെ ഫേസിലായിരുന്നാലും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 വീക്ക് കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അതുമാത്രമല്ല ഫംഗലായിട്ടുള്ള ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ള, അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന താരനും കാര്യങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും ചെറിയ സ്കിന്നിൽ കുരുക്കളും കാര്യങ്ങളും ഉണ്ടാകും. അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഓയിൽ എന്തുകൊണ്ടും ബെറ്ററാണ്. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ തണുത്തു. അതിനുശേഷം ഞാനിതിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സ്ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കിട്ടുന്ന ആ ഒരു പീല്, നമ്മളിപ്പോൾ ഓയിൽ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ആ പീല് നമുക്ക് നമ്മുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് നന്നായിട്ടൊരു സ്ക്രബ് പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ വേറൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. ഇത് നമുക്ക് ഒരു ചെറിയൊരു ബൗളിലേക്കോ ഒരു ചെറിയൊരു കുപ്പിയിലേക്കോ എന്തെങ്കിലും നമുക്ക് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക, എന്നതിന് ശേഷം റിസൾട്ട് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ, സീ യു.